എൻ്റെ സർവീസിൻ്റെ ഏതാണ്ട് അവസാന 2 വർഷത്തിലാണ് ഞാൻ ഈ മിസൈൽ ബ്രിഗേഡിൻ്റെ ചുമതലയ്ക്ക് വരുന്നത്. ഈ ആർമി ലൈഫിലേക്ക് ഞാൻ വരുന്നത് 1971 ആണ്. ആ സമയത്ത് ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചേരുന്നത് BAക്ക് 1969-72 കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ ഞാൻ NCCയിൽ ചേർന്നിരുന്നു. NCCയിൽ സീനിയർ അണ്ടർ ഓഫീസറായിരുന്നു. C സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടുണ്ട്. പിന്നെ ഒരു മാസത്തെ ആർമി അറ്റാച്ച്മെൻറ്റ് പാങ്ങോട്, തിരുവനന്തപുരം പാങ്ങോടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഈ ഒലീവ് ഗ്രീൻ ഒരു ആർമി യൂണിഫോമായിട്ട് എനിക്ക് വളരെ ഒരു പ്രതിപത്തി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിസിപ്ലിനും അതിൻ്റെ ആ ഒരു യൂണിഫോം എന്നെ വളരെ എത്തിച്ചിരുന്നു. ഇല്ലെങ്കിലും പഠിക്കാനൊക്കെ ഞാൻ ഓക്കെയിൽ കൂടുതലായിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ എന്നെ വലിയേട്ടൻ, എൻ്റെ ചേട്ടാമ്മയുടെ, ഞങ്ങളുടെ ജനറേഷനിലെ ഏറ്റവും മൂത്ത ആൾ വലിയേട്ടനാണ് എന്നെ ഈ ഒരു രീതിയിലേക്ക് പറയുന്നത്. നവംബറിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലെ ഡയറക്റ്റ് എൻട്രി ഒരു 80 വേക്കൻസി ഓൾ ഓവർ ഇന്ത്യയിലാണ്. അതിൽ നീ അതിൻ്റെ UPSC എക്സാമിനേഷൻ എഴുതി നോക്കൂ. അത് പാസ്സായാലും പിന്നെ SSB സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നിനക്ക് പോകാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ ആർമിയിലേക്ക് ചേരാൻ ശ്രമിക്കുന്നത്. മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ള ഈ 60-70കളിലേക്ക് ഒരു വളരെ വലിയ കാര്യമായിട്ടാണ് കിടക്കുന്നത്. അത് വളരെ മെറിറ്റോറിയസ് ആയിട്ട് നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. കേരള യൂണിവേഴ്സിറ്റിയാണ് ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ളൂ. അന്നത്തെ റാങ്ക് ഹോൾഡേഴ്സൊക്കെ മിക്കവാറും ശതമാനം മഹാരാജാസ് കോളേജിൽ നിന്നാണ്. വളരെ പഴക്കമുള്ള കോളേജാണ്. ഞാൻ BA എക്കണോമിക്സിലാണ് ചേരുന്നത്. അവിടെയെല്ലാം വളരെ പ്രഗത്ഭരായ അധ്യാപകരാണുള്ളത്. എൻ്റെ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് MK സാനു, M ലീലാവതി, M അച്യുതൻ, K അരവിന്ദാക്ഷൻ, ഭരതൻ മാഷ്, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കൂടെ തേവരയിൽ പഠിച്ചിരുന്ന സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയും അവിടെ BAക്ക് ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ തേവരയിൽ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പും ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പുമായിരുന്നു. അദ്ദേഹം ഈ ചെമ്പ് സൈഡിൽ നിന്നാണ് വന്നിരുന്നത്. അന്നത്തെ ഈ വിദ്യാർത്ഥി സമരങ്ങളിൽ ഈ ബസ് സമരത്തിലൊക്കെ മുന്നിലുള്ളത് ഞാൻ ഓർത്തെടുക്കുന്നു. കോളേജിലും അദ്ദേഹത്തെ നമ്മുടെ മെയിൻ ഹോസ്റ്റലിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ വെച്ചും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അരൂക്കുറ്റിയിൽ നിന്ന് എറണാകുളത്തേക്ക് ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ കുമ്പളത്തു നിന്നും ചിലപ്പോൾ ഈ മമ്മൂട്ടി കയറാനുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം 1 വർഷം കഴിഞ്ഞാണ് മഹാരാജാസിൽ കയറുന്നത്. അദ്ദേഹം അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് തോന്നുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഡയറക്റ്റ് എൻട്രി ആയിട്ട് ചേരുന്നതിന് 80 വേക്കൻസികളാണ് ഓൾ ഇന്ത്യ ഉണ്ടായിരുന്നത്. അതിനാണ് UPSC എക്സാമിനേഷൻ നടത്തി അതിൽ പാസ്സാകുന്നവരെ സർവീസ് സെലക്ഷൻ ബോർഡിന് വിളിച്ച് അതും കൂടെ പാസ്സായാൽ 2ൻ്റെ മാർക്ക് കൂട്ടിച്ചേർത്തിട്ട് ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതിൽ 80 പേര് കോൾ ലെറ്റർ കൊടുത്ത് വിളിക്കുന്നു. നവംബറിലായിരുന്നു UPSCയുടെ എക്സാമിനേഷൻ. അത് നടന്നത് ഒരു സെൻറ്ററേ കേരളത്തിലാണെന്നുള്ളൂ. യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് വെച്ചാണ് അത് നടന്നത്. അത് നവംബറിൽ പരീക്ഷ എഴുതുന്നു. 2 പേപ്പറാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നത് നമ്മൾ SSBക്ക് വിളിക്കുന്ന അത് മാർച്ചിലാണ്. മാർച്ച് 1971 ഞാൻ അപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് എൻ്റെ അവസാനത്തിലാണ് ഈ സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ വരുന്നത്. സർവീസ് സെലക്ഷൻ ബോർഡ്സ് ആണെന്നുള്ളത് അലഹബാദ്, ബാംഗ്ലൂർ, മീററ്റ്, ജബൽപൂർ എന്നീ സ്ഥലങ്ങളിലാണ്. എനിക്ക് കോൾ വരുന്നത് 36 SSB ജബൽപൂർ ഉള്ളതാണ്. അപ്പോൾ അതിന് പോകുന്നത് ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ഡൽഹിക്കുള്ള ട്രെയിനിൽ കയറിയിട്ട് ഇറ്റാർസിയിൽ ഇറങ്ങി ജബൽപൂരേക്ക് പോകണം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നത്. അന്ന് ഇങ്ങനെ പോകുന്ന കാൻഡിഡേറ്റ്സിന് സെക്കൻഡ് ക്ലാസ്, അന്നൊരു സെക്കൻഡ് ക്ലാസ്, ഇന്നത്തെ സെക്കൻഡ് ക്ലാസ് അല്ല, അന്നുണ്ടായിരുന്നത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്നുള്ള 3 ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ AC ഫസ്റ്റ് ക്ലാസ്സിൻ്റെ AC ഇല്ലാത്ത രൂപമാണ്. അതുപോലെ തന്നെ പിന്നെ തേർഡ് ക്ലാസ് എന്നുണ്ടായിരുന്നത് ഇപ്പോഴത്തെ സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്ന അതാണ്. എൻ്റെ ഇടയ്ക്ക് ചെറിയ ഈ സെക്കൻഡ് ക്ലാസ്സിന് വളരെ ഒരു ബോഗിയുടെ പകുതിയൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഒരു പച്ച നിറത്തിലുള്ള ലൈറ്റ് കുഷനുള്ള ഒരു ബോഗിയാണത്.
ഇതാണ് ഞങ്ങൾക്ക് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ളത്. ഇതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള സെക്കൻഡ് ക്ലാസ്സാണ്. അതിലാണ് ജബൽപൂർ വരെ ചെന്നൈയിൽ അന്ന് മദ്രാസാണ്. മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ചെന്നിട്ട് വൈകുന്നേരം ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്സിലാണ് ഡൽഹിക്കുള്ള റൂട്ടിൽ ഇറ്റാർസിയിൽ ഇറങ്ങി ജബൽപൂരിന് പോകുന്നു. ജബൽപൂരിൽ ഈ 36 SSBയുടെ ലോറിയുണ്ട്. അവിടുത്തെ ഒരു NCO നോൺ കമ്മീഷൻഡ് ഓഫീസർ, ഒരു നായിക്കായിരുന്നു എന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു ട്രക്കുമായിട്ട് വന്ന് ഇങ്ങനെ പല ട്രെയിനുകളിൽ വരുന്ന ആൾക്കാർ, കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവരെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ. അവിടെ 3 സെലക്ഷൻ ബോർഡുണ്ട്. ഒന്ന് 36, പിന്നെ വേറെ 20 ആൻഡ് 33. 2 ആർമിയുടെയാണ്, ഒന്ന് നേവിയുടെയാണ് സെലക്ഷൻ ബോർഡുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഡോമിട്രികളിലാണ് ഇങ്ങനെ കട്ടിലുകൾ ഇട്ടിട്ടുണ്ട്, മെസ്സുണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ അവിടുത്തെ ഓഫീസ് കാര്യങ്ങളെന്ന് വെച്ചാൽ ചെല്ലുമ്പോഴേ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും അവരുടെ കോളപ്പ് ഓർഡറും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ചെസ്റ്റ് നമ്പർ തരും. അത് നമ്മുടെ ഈ അത്ലറ്റ്സൊക്കെ ധരിക്കുന്ന നമ്പറുണ്ടല്ലോ, അപ്പോൾ മുമ്പിലും കാണാം പുറകിലും കാണാം. അത് നമ്മുടെ ഡ്രസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ്. എൻ്റെ ചെസ്റ്റ് നമ്പർ 4 ആയിരുന്നു. ഈ നമ്പർ കൊടുക്കുന്നത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏറ്റവും പ്രായം കുറഞ്ഞ ആളിന് 1, ആ രീതിയിലാണ് പോകുന്നത്. 1, 2, 3, 4. അപ്പോൾ ഞാൻ ഏതാണ്ട് പ്രായത്തിൽ ഏകദേശം കുറഞ്ഞ ആളാണെന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് നമ്പർ തരുന്നു. സർവീസ് സെലക്ഷൻ ബോർഡിൽ 3 ആൾക്കാരാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് 3 തരത്തിലാണ് അവർ നോക്കുന്നത്. ഒന്നാമത് സൈക്കോമെട്രി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഇൻ്റലിജൻസ് IQ നോക്കും. പിന്നെ ഒരു സ്ലൈഡ്, ഒരു പിക്ചർ കാണിച്ചിട്ട് അതിനെ റിലേറ്റ് ചെയ്തൊരു ചെറിയൊരു സ്റ്റോറി എഴുതാൻ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ നോക്കാനാണ് എങ്ങനെ ഓക്കെ പേഴ്സൺ ആണോ അല്ലയോ എന്നുള്ളതാണ് ഈ സൈക്കോ ഇതിൽ നോക്കുന്നത്. പിന്നെ ഇൻ്റലിജൻസ് IQ ഓക്കെ ആണോ. അത് കഴിഞ്ഞിട്ട് അത് ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം നിങ്ങളെ ഒരു ചെറിയ ഗ്രൂപ്പുകളായി തിരിക്കുക. ഒരു 48 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. ഒരു 8 പേര് വെച്ചുള്ള ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസറിൻ്റെ കീഴിലേക്ക് ഒരു 8 പേരെ വീതം അയക്കും. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 1 to 8 ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൽ ഒരു റാവു ഉണ്ടായിരുന്നു, ആനന്ദറാവു ആണ് 1, ഞാൻ 4, പിന്നെ ജോസ്, നമ്മുടെ ഒരു മലയാളിയായ ജോസും കൂടെ ഉണ്ടായിരുന്നു, തോമസ് വി ജോസ്, അങ്ങനെ നമ്പർ 6 ആയിരുന്നു. വേറെ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടാമത്തെ ദിവസം മുതൽ ഈ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ഒരു മേജർ ആണ്, ഇത് ആർമി മേജറാണ്. അദ്ദേഹത്തിന് ഈ ഗ്രൂപ്പ് ടെസ്റ്റിങ്ങിലുള്ള ഒരു കോഴ്സൊക്കെ ചെയ്യിച്ചിട്ട് എങ്ങനെയാണ് ആളുകളെ നോക്കുന്നത്, എങ്ങനെയാണ് അളന്നെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. പിന്നെ അതവർ ട്രയലായിട്ട് വേറെ SSBയിലൊക്കെ നിർത്തി പരിചയിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഈ ഒരു ചുമതല കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇങ്ങനെ 8 പേരുണ്ടാകും. അങ്ങനെ ഈ ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഒരു ആൾ ഒരു ടീമിൻ്റെ നല്ലൊരു ഭാഗമാകാൻ കോപ്പറേഷനുള്ള ആളാണോ, ഒരു ടീമിനെ ലീഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ, പിന്നെ ഒരു ലോജിക്കലായിട്ട് ഒരു പ്രോബ്ലം തരും, അതിനെ ലോജിക്കലായിട്ട് ആലോചിച്ച് അതിനൊരു പോംവഴി കണ്ടെത്തുന്ന ഒരു കഴിവുണ്ടോ, പിന്നെ ഒരു ലെക്ചർ ഒരു ചെറിയൊരു ടോപ്പിക് വന്നിട്ട് 2 മിനിറ്റ് സംസാരിക്കാൻ പറയും. അപ്പോൾ ഒന്നിനെപ്പറ്റി ആലോചിച്ചിട്ട് പെട്ടെന്ന് ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയുണ്ട്. പിന്നെ കുറച്ച് ഒരു 5, 8, 10 ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്. അത് ഒരു 2 മിനിറ്റ്സിൽ ചെയ്ത് തീർക്കാം. 2 മിനിറ്റ്സിൽ 2 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ റിപ്പീറ്റ് ചെയ്യാം. ഫിസിക്കലായിട്ട് അതാണുള്ളത്. പിന്നെ ഒരു ചെറിയൊരു സാൻഡ് മോഡൽ പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഇന്നടത്തെ ഒരു അമ്പലത്തിൽ ട്രഷറുണ്ട്, അത് കട്ടെടുക്കാൻ ആളുകൾ പോകുന്നു. അപ്പോൾ അതിൻ്റെ ടൈമിംഗൊക്കെ പറയും. അപ്പോൾ അതിനെ അങ്ങനെ അവരെ പിടിക്കാവുന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കൂ. നേതൃത്വ പാഠമാണ് ഈ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളോട് ഒരു പ്രൈവറ്റായിട്ട് കുറച്ച് നമ്മളോട് ഒരു ഇൻ്റർവ്യൂ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഒരു 2 ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളിന്ന് ഇതൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ കമാൻഡൻ്റ് അന്ന് ഒരു കേണലും ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡെപ്റ്റി അന്ന് ലഫ്റ്റനൻറ്റ് കേണലാണെന്നാണ് എൻ്റെ ഓർമ്മ.
ഇതിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഇൻ്റർവ്യൂ ആ ഒരു മെത്തേഡ് പാസ്സായിട്ടുള്ള ഇൻ്റർവ്യൂയിങ് കോഴ്സ് പാസ്സായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ വരെയൊക്കെ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. നിങ്ങളുടെ ഇപ്പോൾ NCCയിലൊക്കെ ഉണ്ടായിരുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്താണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതൊക്കെ അറിയാനുള്ള രീതികൾ അവർക്കറിയാമല്ലോ. അങ്ങനെ ഈ ഇൻ്റർവ്യൂ ഒരു സീനിയർ ഓഫീസറാണ്, അവിടുത്തെ കമാൻഡൻറ്റോ ഡെപ്യൂട്ടി കമാൻഡൻറ്റോ ആണ് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റ് കഴിഞ്ഞു, ഗ്രൂപ്പ് ടെസ്റ്റിംഗ് കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇതൊരു 4-5 ദിവസത്തിനുള്ള 4 ദിവസത്തിൽ തീരും. അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും ഇരുന്ന് അവർ മേക്കപ്പ് ദ മൈൻഡ്, അവർ ഇത് ഫിറ്റാണോ അല്ലയോ എന്ന് അവരുടെ രീതിയിൽ അവർ തീരുമാനിച്ച് അവരുടെ ഫയലിൽ അവർ എഴുതി. പിന്നെ അവർ പിറ്റേ ദിവസം രാവിലെയാണ് എല്ലാവരും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിക്കും. എന്നോട് ഞാൻ ചെന്നപ്പോൾ അതൊന്ന് എങ്ങനെയുണ്ടാകുന്നതൊക്കെ ചോദിച്ചു. പക്ഷേ ചിലരെയൊക്കെ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങളുടെ എല്ലാവരുടെയും കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഹാളിൽ ഇരിക്കുകയാണ്. അവിടെ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് അവർ ഈ ചെസ്റ്റ് നമ്പർ പറയും, ഇന്ന ആളുകൾ സെലക്റ്റഡ് ആണ് എന്ന് പറയും. അവിടെ ഈ സെലക്റ്റഡായ ആൾക്കാർക്ക് പിന്നെയാണ് മെഡിക്കലുള്ളത്. മെഡിക്കലായിട്ട് അതിൻ്റെ മിലിറ്ററി ഹോസ്പിറ്റൽ ജബൽപൂർ അടുത്തുള്ള മിലിറ്ററി ഹോസ്പിറ്റലിലാണ് അത് ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ ഹിയറിങ്, ഐസൈറ്റ്, നമ്മുടെ കാല്, അതിനുള്ള ചില ഫ്ലാറ്റ് ഫുട്ട് ആകരുത്, പിന്നെ ഐസൈറ്റ് ഇത്ര വേണം എന്നൊക്കെയുള്ള ഇതാണ് അളവുകളുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യും. മെഡിക്കലി ഫിറ്റാണോ ഇല്ല എന്ന് അവിടെ തന്നെ നിങ്ങളെ തന്നെ അറിയിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ഫുള്ളി ഇതാണെന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചു വരുന്നു. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 1971 മാർച്ചിലാണ് എൻ്റെ SSB കഴിയുന്നത്. നാട്ടിൽ തിരിച്ചു വന്നു. യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയറിലെ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് അപ്പിയർ ചെയ്തു. മാർച്ചിൽ അത് തീരുന്നു. ജൂണിലാണ് അടുത്ത 3ാമത്തെ അക്കാഡമിക് ഇയർ തുടങ്ങുന്നത്. ഒരു മാസം കോളേജിൽ പോകുന്നു. അപ്പോൾ ജൂലൈയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള അറിയിപ്പ് വരുന്നു. ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്നാണ് ഈ അറിയിപ്പ് വന്നത്. അതിൻ്റെ ഡേറ്റ് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ ജൂലൈയിലാണ് തുടങ്ങിയതെന്നാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. അതിന് കുറച്ച് അവിടുത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം ഡ്രസ്സുകളാണ് ഇവിടുന്ന് കുറച്ചൊക്കെ അവിടെ കൊണ്ടുപോകുന്നതിനെപ്പറ്റി ഉള്ള ഒരു വിവരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പാൻറ്റും ഫുൾ കൈൻ ഷർട്ടും ഒരു സൂട്ടും കുറച്ച് ഈ എക്സസൈസ് ട്രൗസറും ഷോർട്ട്സും വെസ്റ്റും ഇതൊക്കെയാണ് അവർ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞിരുന്നത്. അതെല്ലാം തയ്യാറാക്കി ഞാൻ പോകുന്നത് ഡെറാദൂണിലാണ്. ഡെറാദൂണിലേക്ക് പോകുന്ന വഴി നമുക്കുള്ളത് ട്രെയിനിലാണ് പോകേണ്ടത്. ഇവിടുന്ന് മദ്രാസിൽ നിന്ന് രാവിലെ ചെന്ന് വൈകുന്നേരമാണ് അവിടുന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ഉള്ളത്. അത് വൈകുന്നേരം തുടങ്ങി ഒരു 36 മണിക്കൂർ എടുക്കും അവിടെ വരെ ചെല്ലാൻ. ഡൽഹിയിൽ ചെല്ലുന്നു. ഓൾഡ് ഡൽഹിയിൽ നിന്നാണ് ഡെറാഡൂണിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അതും രാത്രിയിലാണ്. രാത്രിയിൽ ഒരു 10 മണിക്കാണ്. അപ്പോൾ അവിടെ ഡെറാഡൂണിൽ ഒരു 6 മണിക്ക് ചെല്ലുന്നു. അവിടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്നുള്ള റിസപ്ഷൻ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അവിടുന്ന് ഒരു NCOയും ട്രക്കും, പിന്നെ ഈ ഓരോ ട്രെയിനിലും ജോയിൻ ചെയ്യാൻ വരുന്ന കുറച്ച് കേഡറ്റ്സ് ഉണ്ടാവും. അവിടെ ഈ ഓഫീസർ കേഡറ്റ്സിനെ വിളിക്കുന്നത് ജെൻറ്റിൽമെൻ കേഡറ്റ്സ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ആ ട്രെയിനിലെത്തിയവരെ ഒരു ട്രക്കിൽ കൊണ്ടുപോകുന്നു. ചക്രാത്ത, ദെറാദൂണിൽ നിന്നൊരു 15 കിലോമീറ്റർ ചക്രാത്തയിലേക്കുള്ള റൂട്ടിലാണ് ഈ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. പ്രേംനഗർ എന്നൊരു സ്ഥലത്താണ് ഇതുള്ളത്. ഒരു മെയിൻ റോഡിൻ്റെ 2 വശത്തും ചെറ്റ്വുഡ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ TV-യിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ചെറ്റ്വുഡ് ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഒരു മെയിൻ മെസ്സിലാണ് ഞങ്ങൾ ആദ്യം ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ചെന്ന് ഞങ്ങളുടെ എല്ലാം രജിസ്റ്റർ ചെയ്തു. പിന്നെ അവിടെ 4 ബറ്റാലിയനിൽ 3 കമ്പനികൾ വീതമുള്ള 4 ബറ്റാലിയൻ, അപ്പോൾ 12 കമ്പനികളുണ്ട്. ഓരോ കമ്പനിക്കും പേരുണ്ട്. ഞാൻ A ബറ്റാലിയൻ, ആൽഫ ബ്രേവോ ചാർലി എന്നാണ് ആർമി വേ ഓഫ് ഞങ്ങൾ പറയുന്നത്.
അപ്പോൾ എ ബറ്റാലിയനിൽ ആൽഫ ബറ്റാലിയനിൽ ഒരു കാസിനോ കമ്പനി എന്ന ഒരു കമ്പനിയിലേക്കാണ് എന്നെയും എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് 1-2 എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും ചെയ്യുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ടേമിൽ ഡയറക്റ്റ് എൻട്രിയിൽ 6 കുട്ടികളാണുള്ളത്, 6 ബോയ്സ്. പിന്നെ 2 കുട്ടികൾ ഫോറിൻ കൺട്രിയിൽ നിന്നുള്ള, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാംബിയയിൽ നിന്നുള്ള 2 ഫീരിയും കാബെ എന്ന് പറയുന്ന 2 ആൺകുട്ടികളാണ് ഞങ്ങളുടെ കൂടെ. അങ്ങനെ 8 പേരായിട്ടാണ് ഞങ്ങളുടെ ഫസ്റ്റ് ടേം തുടങ്ങുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ 2 വർഷത്തെ ട്രെയിനിങ് ആണ്. അവിടെ 4 സെമസ്റ്ററായിട്ടുള്ള ട്രെയിനിങ്ങാണ് നടക്കുന്നത്. ഞങ്ങളുടെ കൂടെ വേറെ ഓരോ ടേമിലും വേറെ പലരും ചേരുന്നുണ്ട്. ഒരു കമ്പനിയിൽ ഞങ്ങൾ അവസാനത്തെ 3ാമത്തെ ടേം ആകുമ്പോഴത്തേക്കും ഒരു 10-30 കാഡറ്റ്സ് ഉണ്ടാവും. അവിടെ ഫിസിക്കൽ ട്രെയിനിങ്, ഡ്രിൽ, വെപ്പൺ ട്രെയിനിങ്, മാപ്പ് റീഡിങ് ഇതുപോലുള്ള കാര്യങ്ങളിലാണ് പരിശീലനം നടക്കുന്നത്. ഇതിന് ഫിസിക്കൽ ട്രെയിനിങ്, ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ പ്രയാസപ്പെട്ട അവരെ പരിശീലിപ്പിച്ച് അതിൽ ഏറ്റവും നല്ല ആൾക്കാരെയാണ് ഇൻസ്ട്രക്ടറായിട്ട്, ഞങ്ങൾ ഉസ്താദന്മാരെന്നാണ് അവരെ ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. ഈ ഓഫീസർ കാഡർ കഴിഞ്ഞ് താഴെയുള്ള ഞങ്ങൾ ഈ JCOസും നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഹവിൽദാർസും ഈ CHM എന്ന് പറയുന്ന ആൾക്കാരാണ്. ഒരു ഹവിൽദാർ ഗ്രേഡിലുള്ള ആൾക്കാരാണ്. പക്ഷേ അവരുടെ പ്രൊഫഷണലിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ, ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പരിശീലനത്തിന് ശേഷം ഇവിടുത്തെ ഇൻസ്ട്രക്ടറാകുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ PT കോറുണ്ട്, ഒരു പ്രത്യേക കോറുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ ജിംനാസ്റ്റിക്സിലും അങ്ങനെ വളരെ ഉസ്താദിയിൽ വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ് ഫിസിക്കൽ ട്രെയിനിങ്. നമ്മുടെ ഒരു ദിവസത്തെ ട്രെയിനിങ് തുടങ്ങുന്നത് ഒരു 40 മിനിറ്റത്തെ ഫിസിക്കൽ ട്രെയിനിങ് ആണ്. അതിൽ സാധാരണ ഷോർട്ട്സ് ആൻഡ് PT ഷൂ, വെസ്റ്റ്, അപ്പോൾ സമ്മർ ആണെങ്കിൽ, ഇല്ലെങ്കിൽ വിൻ്റർ ആണെങ്കിൽ ഒരു ജേഴ്സിയും കൂടെ ഉണ്ടാവും, ഒരു വൂളൻ ജേഴ്സിയും കൂടെ ഇടും. അത് ഒരു 40 മിനിറ്റ് അതിൻ്റെ ഒരു ഷെഡ്യൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊരു 6 മണിക്ക് തുടങ്ങും, 6:40. പിന്നെ ഒരു മണിക്കൂർ, ഒരു 8 മണിക്ക് ഡ്രില്ല് തുടങ്ങും. ഈ ഡ്രിൽ പരേഡ് അവിടെ ഞങ്ങൾക്ക് കുറച്ച് ദൂരെ ഒരു 2 മെയിൻ ഡ്രിൽ സ്ക്വയർ എന്നാണ് അതിന് പറയുന്നത്. അതൊരു 800 മീറ്റർ ബൈ 800 മീറ്ററൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ബ്ലാക്ക് ടോപ്പുള്ള ഒരു ഡ്രിൽ ചെയ്യാൻ നമ്മുടെ ഈ റോഡ് പോലുള്ള ഒരു പ്രതലമുള്ള സ്ഥലമാണ് ഡ്രിൽ സ്ക്വയർ എന്നാണ് പറയുന്നത്. അവിടുത്തെ ഡിസിപ്ലിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അവിടെ സ്ക്വാഡായിട്ടേ പോകാൻ പറ്റുള്ളൂ, നടന്നു പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് PT കഴിയുന്നു. 1 മണിക്കൂറിൽ നമുക്ക് കുളിക്കണം. നമ്മുടെ ഡ്രില്ലിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്. ഒരു ദിവസത്തെ ഒരു ഡ്രസ്സേ ഉണ്ടാവുകയുള്ളൂ. എന്ന് വെച്ചാൽ ആ ഡ്രില്ല് കഴിയുമ്പോഴത്തേക്കും അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഈ കഞ്ഞിയൊക്കെ മുക്കിയ കോട്ടൺ ഡ്രസ്സാണ്, ഒലീവ് ഗ്രീൻ ഡ്രസ്സാണ്, ഒരു പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് മെസ്സിൽ പോയി ആഹാരം കഴിച്ചിട്ട് കോത്തിൽ നിന്ന് റൈഫിളും എടുത്ത് അവിടെ ഒരു 5 മിനിറ്റിന് മുമ്പ് നമ്മുടെ ഡ്രിൽ സ്ക്വയറിൽ ചെന്ന് ഫോളിൻ ആകണം എന്ന് പറഞ്ഞാൽ ഈ 3 വരിയായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു 3 വരിയായിട്ട് നിർത്തി ഒരു 30 പേര് അതാണൊരു സ്ക്വാഡെന്ന് പറയുന്നത്. അതായത് സ്ക്വാഡിന് ഒരു ഉസ്താദുണ്ട്. അദ്ദേഹമാണ് ഈ 8 മണിക്ക് തുടങ്ങുന്ന 5 മിനിറ്റ് മുമ്പ് നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ നമ്മുടെ ഉസ്താദ് JCO ആണ്, അല്ലെങ്കിൽ ഹവിൽദാറാണെങ്കിലും വന്ന് എടുക്കുന്നു. പിന്നെ ഒരു 2-3 പീരീഡ് ഡ്രില്ലിൻ്റെ ഇതാണ്. അപ്പോൾ റൈഫിൾ ഡ്രില്ലാണ് ചെയ്യുന്നത്. തുടക്കം മുതൽ തന്നെ റൈഫിൾ ഡ്രില്ലാണ്. അങ്ങനെ ഈ 2 വർഷത്തെ റൈഫിൾ ഡ്രിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ബെയറിങ് നടക്കുന്ന രീതി ഇതെല്ലാം മാറിയിരിക്കും. അപ്പോൾ ഈ ഡ്രില്ല് കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് സർവീസ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മാപ്പ് റീഡിങ്. ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, അത് ഒരു സ്ഥലത്തിനെ പറ്റിയുള്ള, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മാപ്പിൽ നോക്കി അതിൽ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് കോമ്പസ് വെച്ച് പോകണം. അങ്ങനെ പോയിൻ്റ് മാർച്ചൊക്കെ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് മാപ്പ് വായിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യം പ്ലാൻ ചെയ്യേണ്ടത്, ഒരു പ്രദേശത്തെ അത് മാപ്പിൽ എങ്ങനെയാണത് കാണിച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിക്കും. അതിന് ആർമി ഓഫീസേഴ്സാണുള്ളത്. അതിന് ഡയറക്റ്റിംഗ് സ്റ്റാഫ് എന്ന് പറയും. അവർ ക്യാപ്റ്റൻ, മേജർ, ആ ലെവലിൽ കമ്പനി കമാൻഡർ, ഞാനിപ്പോയ കമ്പനിയുടെ കമാൻഡർ ഒരു മേജറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 3 ക്യാപ്റ്റൻസാണുള്ളത്. അവരെ ഞങ്ങൾ ഡയറക്റ്റിംഗ് സ്റ്റാഫ് എന്ന് പറയും. ഇവരാണ് ഞങ്ങളെ സർവീസ് സബ്ജക്റ്റ്, ഇതുപോലത്തെ മാപ്പ് റീഡിങ്, പിന്നെ ഫീൽഡ് ക്രാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ഗ്രൗണ്ട് എങ്ങനെ ഉപയോഗിക്കണം, ജഡ്ജിങ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു
ഇത്ര സ്ഥലത്ത് അതെങ്ങനെയാണ്, എത്ര ദൂരം ഉണ്ടെന്ന് എങ്ങനെയാണ് ഡിസ്റ്റൻസ് ജഡ്ജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സർവീസ് സബ്ജക്ട്സ്. പിന്നെ ടാക്ടിക്സ്, ഒരു ഓർഗനൈസേഷൻ, ഒരു ബറ്റാലിയൻ്റെ എങ്ങനെയാണ്, എന്താണ് അവരുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സർവീസ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഈ ആർമിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ക്യാപ്റ്റൻസും മേജേഴ്സും ഒക്കെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ലഞ്ച് ടൈം ഒരു 1:30 ആണ്. അപ്പോൾ ഈ സർവീസ് സബ്ജക്ട്സ് കഴിഞ്ഞിട്ട് 1-2 പീരീഡ് ഒരു റിലാക്സേഷനും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിലിറ്ററി ജിയോഗ്രഫി, മിലിറ്ററി ഹിസ്റ്ററി, ലാംഗ്വേജ്, ഇതൊക്കെ ഇംഗ്ലീഷ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അതിൻ്റെ കറക്റ്റ് അതൊക്കെ ഫൊണാറ്റിക്സ് എന്നാണ് പറയുന്നത്, അതൊക്കെ പഠിപ്പിക്കാൻ ആർമി എഡ്യൂക്കേഷൻ കോർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു കോറുണ്ട്, ഒരു വിഭാഗമുണ്ട്. അതിൽ ഓഫീസേഴ്സാണ് നമ്മുടെ ഇവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് MA MSc ഒക്കെ പാസ്സായി പോകുന്നവരാണ് ഈ ആർമി എഡ്യൂക്കേഷൻ കോറിൽ ASC എന്ന് ഞങ്ങളെ ഈ തരത്തിലുള്ള സബ്ജക്ട്സ് പഠിപ്പിക്കാം. മിലിറ്ററി ഹിസ്റ്ററി, മിലിറ്ററി ജിയോഗ്രഫി, ഇംഗ്ലീഷ്, ഹിന്ദി പഠിപ്പിക്കാൻ ഉസ്താദുമാർ വേറെയുണ്ട്, സിവിലിയൻസ് ആണുള്ളത്. പിന്നെ ഫോറിൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഫോറിൻ ലാംഗ്വേജിൽ ഈ ഹിന്ദി വേണ്ട, പഠിക്കാണ്ട് ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഫ്രഞ്ച്, റഷ്യൻ, അതുപോലുള്ള ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള രീതികളുമുണ്ട്. അപ്പോൾ ലഞ്ചിന് 1:30 ലഞ്ചാണ്. മെസ്സിൽ വന്ന് ലഞ്ച് കഴിക്കുന്നു. പിന്നെ ഈ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ സിവിലിയൻസ് ആണല്ലോ, അപ്പോൾ ഈ ടേബിൾ മാനേഴ്സ് ഒന്നും നമുക്ക് അറിയില്ല. ഈ മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ വരുന്നവർക്ക് അതറിയാം. പിന്നെ സീനിയേഴ്സ് പറഞ്ഞല്ലോ 4 ടേമാണുള്ളത്, ഞങ്ങൾ ഫസ്റ്റ് ടേമിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സീനിയേഴ്സിനെ എല്ലാം കൂടി ഇടകലത്തെയാണ് നമ്മുടെ മെസ്സിൽ ഇരുത്തുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു സീനിയർ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേബിൾ മാനേഴ്സ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടേബിൾ മാനേഴ്സ് വളരെ സിമ്പിളാണ്. നമ്മുടെ കട്ട്ലറി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് കഴിക്കുമ്പോൾ അത് കഴിച്ച് നമ്മൾ ഒരു ബൈറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നൈഫ് ആൻഡ് ഫോർക്കാണല്ലോ ഉള്ളത്, അതെങ്ങനെയാണ് വയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ടോസ്റ്റും എഗ്ഗും പോറിജും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ പോറിജിൽ തുടങ്ങി ബ്രെഡ് ടോസ്റ്റ് വരും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ബട്ടർ തേക്കേണ്ടത്, ആദ്യം ഏതാണ്, പിന്നെ ജാം എപ്പോഴാണ് പുരട്ടുന്നത്, ഈ ഫോർക്ക് നൈഫ് എങ്ങനെയാണ് വയ്ക്കേണ്ടത്, എങ്ങനെയാണ് ചവയ്ക്കേണ്ടത്, എങ്ങനെയാണ് വായും പൊളിച്ചല്ല ചവയ്ക്കേണ്ടത്, വായ അടച്ച് കഴിഞ്ഞ് കുറച്ചെടുത്തിട്ട് വയ്ക്കണം. പിന്നെ എന്തെങ്കിലും ചോദിക്കുന്ന റിക്വസ്റ്റ്, അടുത്തിരിക്കുന്ന ആളോട് റിക്വസ്റ്റ് ചെയ്യണം, അതൊന്ന് പാസ് ചെയ്യാമോ എന്ന്. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സീനിയേഴ്സ് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ ടേബിൾ മാനേഴ്സ് പഠിക്കുന്നത്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ് കുറച്ച് റിലാക്സേഷനാണ്. 4 മണിക്ക് ഗെയിംസ്, 1 മണിക്കൂർ ഗെയിംസ് പങ്കെടുക്കണം. അപ്പോൾ സാധാരണ ഹോക്കി, ബാസ്ക്കറ്റ്ബോൾ, വോളിബോൾ ഈ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വാക്ക് ആൻഡ് റണ്ണിന് പോകാം. പിന്നെ ഓരോ ടേം കഴിയുമ്പോഴും നമുക്ക് പലതരത്തിലുള്ള വാർഫെയർ ഉണ്ട്. ജംഗിൾ വാർഫെയർ, മൗണ്ടൻ വാർഫെയർ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഭൂപ്രദേശത്തിനനുസരിച്ചുള്ള എന്താണ് ടാക്ടിക്സ്, ഒരു പ്ലട്ടൂൺ എങ്ങനെയാണ് അതിൽ അഡ്വാൻസ് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പുറത്തു പോയി പഠിക്കാൻ ഉള്ളതാണ് ഈ ക്യാമ്പ്സ് എന്ന് പറഞ്ഞാൽ. ഒരു 1 വീക്ക് ഒക്കെ ഡ്യൂറേഷനുള്ള ഇതിന് നമ്മൾ പുറത്ത് പോകും. അവിടെ ക്യാമ്പ് ചെയ്ത് ഒരു ടെൻറ്റ് കെട്ടി, ആഹാരമൊക്കെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഒരു ഫീൽഡ് മെസ്സുണ്ടാവും. അതിനല്ല നമ്മുടെ ഈ ഡയറക്റ്റിംഗ് സ്റ്റാഫ്, നമ്മുടെ ഓഫീസേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതിൽ പെട്രോളിങ്ങിനെ പറ്റി പഠിപ്പിക്കും. ആംബുഷ് എങ്ങനെയാണ്, ഒരു എനിമി വരുമ്പോൾ അവരറിയാതെ സർപ്രൈസ് അറ്റാക്ക് ചെയ്യുന്ന, ഒരു ഡിപ്ലോയ് ചെയ്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള സ്ഥലമൊന്നുമില്ലാതെ ആ ഒരു പ്രദേശത്ത് കില്ലിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അവിടെ അവരെത്തുമ്പോൾ നമ്മൾ ഫയർ ഓപ്പൺ ചെയ്യുന്നു. അതാണ് ആംബുഷ് എന്ന് പറയുന്നത്. ആംബുഷ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് അതിൻ്റെ ഒരു LMG വയ്ക്കേണ്ടത്, എവിടെയാണ് ബാക്കിയുള്ള ആളുകൾ നിൽക്കേണ്ടത് എന്നുള്ള, എങ്ങനെയാണ് ഫയർ ചെയ്യാനുള്ള സിഗ്നൽ എന്താണ്, അതാണ് ആംബുഷ് ഉണ്ട്. പിന്നെ പെട്രോളിംഗ് എന്ന് പറയും. ഇപ്പോൾ എനിമി ഏരിയയിൽ ചെന്നാൽ എക്സാക്ട്ലി എനിമി എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്, ഇല്ലെങ്കിൽ അവിടുന്ന് എനിമിയിൽ നമ്മുടെ ഓൺ പൊസിഷനിൽ നിന്ന് എനിമി പൊസിഷൻ വരെയുള്ള റൂട്ട് എന്താണ്, അങ്ങനെ പല കാര്യങ്ങളിലും പെട്രോളിങ്. പണ്ട് ഈ സാറ്റലൈറ്റോ ഈ പറഞ്ഞ പോലെ ഡ്രോണൊന്നും ഇപ്പോൾ ഉള്ളതുപോലെ അന്നില്ലല്ലോ. അതുകൊണ്ട് ആളുകൾ ശരിക്കും ഗ്രൗണ്ടിൽ കൂടി പോയി പഠിച്ചാലേ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ പെട്രോളിങ് ഈ അടുത്ത കാലം വരെ ഒരു ഇൻഫൻട്രി സോൾജിയറിൻ്റെ ആസിഡ് ടെസ്റ്റാണ്.
ആർട്ടിലറി എന്ന് പറഞ്ഞാൽ പീരങ്കിപ്പടയാണ്. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ ഇതിന് റൈഫിളുണ്ടെങ്കിലും ഞങ്ങൾ ഫയർ ചെയ്യുന്നത് ഗണ്ണുകളാണ്, പീരങ്കികളാണ്. 6 ഗണ്ണുള്ള ഒരു യൂണിറ്റിനാണ് ഞങ്ങൾ ബാറ്ററി എന്ന് പറയുന്നത്. അതാണ് ഒരു ബേസിക് ഒരു കാൽക്കുലേഷൻ എല്ലാം എടുക്കുന്നത് ഇത്ര ബാറ്ററി എന്നാണ്. ഇവരെ ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 6 ഗണ്ണ് ഇങ്ങനെ നിരത്തി നമുക്ക് ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആർമി ഈ എയറിൽ നിന്ന് അറ്റാക്ക് വന്ന ലൈനിലുണ്ടെങ്കിൽ ആ ലൈനിൽ എല്ലാ ഗണ്ണും കൂടെ പോകും. അതുകൊണ്ട് ഒരു 100 മീറ്ററിൻ്റെ ഫ്രണ്ടേജിലാണ് ഈ 6 ഗണ്ണുകളെ ഞങ്ങൾ ഒന്ന് മുമ്പിൽ ഒന്ന് പുറകിൽ ആ രീതിയിലാണ് അതിനെ ഡിപ്ലോയ് ചെയ്യുന്നത്.